ഏതൊരു മനുഷ്യനും ആവശ്യമായ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞവനാണ് ക്രിസ്തു. പാപിയായ ഒരു മനുഷ്യൻ്റെ മോചനത്തിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ വ്യക്തിയിൽ ദൈവം തന്നിരിക്കുന്നു. ദൈവിക രൂപകൽപ്പന പ്രകാരം, ദൈവിക ഉദ്ദേശപ്രകാരം, ദൈവേഷ്ടപ്രകാരം മനുഷ്യനാവശ്യമായതെല്ലാം ക്രിസ്തുവിലുണ്ട്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പഠനം ശ്രവിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് ജീവൻ്റെ സമൃദ്ധിയിലേക്കാകുന്നു നമ്മെ നയിക്കുന്നത്. ക്രിസ്തുവിനെ നാം എങ്ങനെ അറിഞ്ഞിരിക്കുന്നു, എത്രത്തോളം വിശ്വസിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ നിത്യതയെ തീരുമാനിക്കുന്ന കാര്യമാകുന്നു. സൃഷ്ടിതാവായ ക്രിസ്തുവിനെയാണ് കൊലോസ്യ ലേഖനം 16 വാക്യം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ക്രിസ്തു സകലത്തിൻ്റെയും സൃഷ്ടിതാവാകുന്നു. ഉളവായതൊന്നും ക്രിസ്തുവിനെ കൂടാതെ ഉളവായതല്ല. കൊലോസ്യ ലേഖനം 1 അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്കിന്ന് ചിന്തിക്കാം. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ആരാകുന്നു എന്നുള്ള ചർച്ച ലോകത്തിലെന്നും കേൾക്കാറുണ്ട്. റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് അവനെ കുറ്റമില്ലാത്തവനെന്ന് വിളിച്ചു. ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന ഡിയോഡോട്ട് അവനെ ആർക്കും പിന്നിലാക്കാൻ കഴിയാത്തവൻ എന്ന് വിളിച്ചു. നെപ്പോളിയൻ പറഞ്ഞു അവനാണ് സ്നേഹത്തിൻ്റെ സാമ്രാട്ട്, സ്നേഹത്തിൻ്റെ ചക്രവർത്തി എന്ന്. അമേരിക്കൻ തത്വചിന്തകനായിരുന്ന ലിയോ സ്ട്രോസ് പറഞ്ഞു മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന മാതൃകയാകുന്നു ക്രിസ്തു എന്ന്. ഇംഗ്ലീഷ് തത്വചിന്തകനും ഭരണകർത്താവുമായിരുന്ന ജോൺ സ്റ്റുവർട്ട് മിൽ ക്രിസ്തുവിനെ മനുഷ്യരാശിയുടെ മാർഗദർശി എന്ന് വിശേഷിപ്പിച്ചു. ജർമ്മൻ തത്വചിന്തകനായിരുന്ന ഇമ്മാനുവേൽ കാന്റ് ക്രിസ്തുവിനെ വിശുദ്ധനായവൻ എന്നാണ് വിളിച്ചത്. ഫ്രഞ്ച് നാസ്തികനായിരുന്ന ഏണസ്റ്റ് റെനൻ ക്രിസ്തുവിനെ വിളിച്ചത് മനുഷ്യപുത്രന്മാരിൽ മഹത്വമായവൻ എന്നാണ്. ദലൈലാമ ക്രിസ്തുവിനെ ശ്രീബുദ്ധൻ്റെ പുനരവതാരം എന്ന് വിളിച്ചു. ജർമ്മൻ തത്വചിന്തകനും സംഗീതജ്ഞനുമായിരുന്ന ഫെഡറിക് നിഷെ ക്രിസ്തു ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ക്രിസ്തുവിനെ വിളിച്ചത് നിഷ്കളങ്കനായവൻ എന്നത്രേ. റഷ്യൻ പ്രസിഡൻ്റായിരുന്ന ഗോർബച്ചോവ് ക്രിസ്തുവിനെ വിളിച്ചത് പ്രഥമ സോഷ്യലിസ്റ്റ് എന്നാണ്. അങ്ങനെ പോകുന്നു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ. ഈ അഭിനന്ദന വചനങ്ങളെല്ലാം ശ്രദ്ധേയമാകുന്നെങ്കിൽ തന്നെ അവ ഒന്നും ക്രിസ്തുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണ നൽകുന്നില്ല. ക്രിസ്തുവിൻ്റെ ജനനം അറിയിച്ച ഗബ്രിയേൽ ദൂതനോട് കന്യകാ മറിയം ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും എന്ന്. അതിന് ദൂതൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വരും, അവൻ്റെ ശക്തിയാൽ ദൈവപുത്രൻ അവളുടെ ഗർഭത്തിലേക്ക് വരികയും അങ്ങനെ അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനും ആയിരിക്കുമെന്ന്. കൊലോസ്യ ലേഖനം 1 അധ്യായത്തിൽ ഈ വലിയ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുകയാണ് വിശുദ്ധ പൗലോസ് ചെയ്യുന്നത്. കൊലോസ്യ ലേഖനം 1 അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അത് നാം കാണുന്നു. ക്രിസ്തുവിനെ അവൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോന്നുമായി ചേർത്ത് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ പൗലോസ് ചെയ്യുന്നത്. ദൈവവുമായുള്ള അവൻ്റെ ബന്ധത്തിൽ, ലോകവുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധത്തിൽ, സഭയുമായുള്ള ബന്ധത്തിൽ, മറ്റെല്ലാവുമായുള്ള ബന്ധത്തിൽ അവൻ ആരാകുന്നു എന്നവൻ കാണിക്കുകയാണ്. അതിനുവേണ്ടി ക്രിസ്തുവിൻ്റെ 9 സവിശേഷതകൾ പൗലോസ് വിവരിക്കുന്നുണ്ട്. ഒന്നാമതായി ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു എന്ന് പറഞ്ഞു. പ്രതിമ എന്നാൽ പകർപ്പോ പുനരുൽപ്പത്തിയോ എന്നൊക്കെയാണ് അർത്ഥം. ദൈവം ദൃശ്യരൂപത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിമ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഐക്കോൺ
ഇത് ഫോട്ടോഗ്രാഫുമായി ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ കൃത്യമായ പ്രതിരൂപമാകുന്നു പ്രതിമ. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ അതിൻ്റെ മുഖവരയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ എഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആരംഭമില്ലാത്ത ഒരു തുടക്കമാണിത്. ക്രിസ്തുവിന് ആരംഭമില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വചനം ജഡമായി തീർന്നു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ക്രിസ്മസ് സന്ദേശമാണ് വാസ്തവത്തിൽ ഇത്. അവൻ ജഡമായി തീർന്നു. അപ്രകാരമാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി തീർന്നത്. അവൻ എങ്ങനെയാണ് അപ്രകാരം ആയിരിക്കുന്നത്? അവൻ ദൈവമായതിനാലാണ് അങ്ങനെ ആയിരിക്കുന്നത്. അവിടുന്ന് ദൈവമല്ലായിരുന്നുവെങ്കിൽ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി തീരുവാൻ കഴിയുമായിരുന്നില്ല എന്നോർക്കണം. രണ്ടാമത്തെ സവിശേഷത, ക്രിസ്തു സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു എന്നുള്ളതാണ്. ഇവിടെ കാലക്രമമല്ല. ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് എത്രയോ കോടി ആളുകൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. അവൻ അതിനു മുൻപ് ഇല്ലായിരുന്നു എന്നോ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാകുന്നു എന്നോ അല്ല അതിൻ്റെ അർത്ഥം. അവിടുന്ന് നിത്യനായവനാണ്. ആദ്യജാതൻ എന്നാൽ ഒന്നാമൻ എന്നാണ് അർത്ഥം. ജ്യേഷ്ഠാവകാശം അല്ലെങ്കിൽ മൂത്തവൻ എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബത്തിൻ്റെ സകല അധികാരവും മൂത്തവൻ്റെ മേൽ നിക്ഷിപ്തമായിരുന്നു. 89 സങ്കീർത്തനത്തിൻ്റെ 27 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനും ആക്കും എന്ന്. യേശുക്രിസ്തുവിൻ്റെ ആരംഭം ബേത്ലഹേമിലാണെന്ന് തിരുവചനത്തിൽ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അവിടുന്ന് ബേത്ലഹേമിൽ ജനിക്കുമെന്നും എന്നാൽ അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളത് പുരാതനമായത് തന്നെ എന്നും മീഖാ പ്രവചനം 5 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 9 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ പറയുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ശിശു ജനിച്ചിരിക്കുന്നു എന്നാൽ മകൻ നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ നിത്യതയിൽ നിന്ന് വന്ന് മനുഷ്യത്വം തൻ്റെ മേൽ എടുക്കുകയാണ് ചെയ്തത്. ആദ്യജാതൻ എന്നതിനാൽ ആദ്യം ജനിച്ചത് എന്നർത്ഥമല്ല. പിന്നെയോ ആരെയാണ് ഒന്നാമനായി കാണുവാൻ സാധിക്കുന്നത്? അതാണ് അവിടുത്തെ അർത്ഥം. ഇസ്ഹാക്കിൻ്റെ മക്കളിൽ മൂത്തവൻ ഏശാവായിരുന്നെങ്കിലും ജ്യേഷ്ഠാവകാശം യാക്കോബിനായിരുന്നു. യാക്കോബിൻ്റെ മക്കളിൽ ആദ്യജാതൻ രൂബേനായിരുന്നെങ്കിലും മശിഹ വന്നത് അല്ലെങ്കിൽ വാഗ്ദത്തം നിറവേറിയത് യഹൂദാ ഗോത്രത്തിൽ കൂടിയായിരുന്നു. അതുപോലെ സർവസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു ക്രിസ്തു. ഇനി 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, 16 വാക്യം എടുത്താട്ട്, കൊലോസ് ലേഖനം 1 അധ്യായത്തിൻ്റെ 16 വാക്യം. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ മൂന്നാമത്തെ കാര്യം നാം കാണുന്നു. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സകലവും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അവൻ സൃഷ്ടിയോ സൃഷ്ടാവോ എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സകലവും അവനാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെട്ടത് 2 വിധത്തിലുണ്ട്. ഒന്ന് ദൃശ്യമായത്, മറ്റേത് അദൃശ്യമായത്. പല തരത്തിലുള്ള പദവികളെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, ഈ പറഞ്ഞതൊക്കെ. ദൂതന്മാരുടെ സംഘത്തിലും പദവികളിൽ വ്യത്യാസങ്ങളുണ്ട്. സെറാഫുകൾ, കെരൂബുകൾ, പ്രധാന ദൂതൻ എന്ന പല തസ്തികകൾ അവിടെ കാണുവാൻ സാധിക്കും. മറ്റ് സാധാരണ ദൂതന്മാരും ഉണ്ടായിരുന്നു. നമുക്ക് ആത്മീയ ശത്രുവിനെയാണ് നേരിടേണ്ടതായിട്ടുള്ളത് എന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സാത്താനും അവനോടൊപ്പം മറുതലിച്ച ഒരു കൂട്ടം ദൂതന്മാർ ഉണ്ടായിരുന്നു. അതിനാൽ നമ്മുടെ ആത്മീയ ശത്രുക്കൾക്കും പല പദവികളുണ്ട്. പല തരത്തിലുള്ളവരാണ് അവർ.
സകലവും സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. ഇനി നാലാമത്തെ സവിശേഷത, ക്രിസ്തുവിൻ്റെ നാലാമത്തെ സവിശേഷത, സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതറിയുന്നത് മനോഹരമായ കാര്യം അത്രയല്ലേ? വേറൊരു സത്യം കൂടി ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു. സകലവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. രാത്രികാലങ്ങളിൽ ആകാശത്തിലേക്ക് നോക്കിയാൽ അനേകം നക്ഷത്രങ്ങളെ കാണുവാൻ കഴിയും. വർഷങ്ങൾക്ക് മുൻപ് വിദ്വാൻമാർ ആകാശത്തിലേക്ക് നോക്കുകയും അവർ ഒരു പ്രത്യേക നക്ഷത്രം കാണുകയും അതിനെ തിരിച്ചറിയുകയും ചെയ്തു എന്ന് നാം മത്തായി എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നു. എന്നാൽ നാം ആകാശത്തിലേക്ക് നോക്കിയാൽ ആ പ്രത്യേക നക്ഷത്രം കാണുകയില്ല, നമ്മൾ നോക്കിയാൽ കാണുകയില്ല. എന്നാൽ പല നക്ഷത്രങ്ങളെ കാണാം. ഓരോ നക്ഷത്രവും അതിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിലായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശു അപ്രകാരം ഓരോ നക്ഷത്രത്തെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് അവിടെ ആയിരിക്കുന്നത്. അവൻ അങ്ങനെ സൃഷ്ടിച്ച് ആക്കിയതാണ്. അവൻ സകലത്തെയും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, സകലവും അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. നാം ദൈവത്തോടു കൂടെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാകുന്നുവല്ലോ. ഒരിക്കൽ നമുക്ക് വലിയൊരു സ്വത്ത് നമ്മുടെ ഓഹരിയായി ലഭിക്കുവാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒരു നക്ഷത്രം മുഴുവൻ നമ്മുടെ വകയായിട്ടാണ് അവൻ തരുവാൻ പോകുന്നത്. നിത്യതയിൽ പുതിയ യെരുശലേമിൽ പുതിയ ശരീരത്തോടെ നാം വസിക്കും. ദൈവത്തിൻ്റെ വിശാലമായ പ്രപഞ്ചത്തിൽ കൂടി നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയും. അതിൽ എത്രത്തോളമാണ് നമുക്ക് നൽകുവാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അത് അവിടുന്നാണ് നമുക്ക് നൽകുന്നത്. അവനാണ് എല്ലാം സൃഷ്ടിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ അതിനെ സൃഷ്ടിച്ചു. തനിക്ക് യോജിച്ച രീതിയിൽ അതിനെ അവൻ മുൻപോട്ട് നയിക്കുകയും ചെയ്യും. ഇത് അവിടുത്തെ പ്രപഞ്ചമാകുന്നു. ഒരു പ്രത്യേക വൃക്ഷത്തിന് പ്രത്യേക രീതിയിലുള്ള ഇല ഉണ്ടായിരിക്കാൻ കാരണം എന്ത് എന്ന് നിങ്ങൾ അതിശയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ രീതിയിലാണ് അതിൻ്റെ സൃഷ്ടാവായ ക്രിസ്തുവിന് ആവശ്യമെന്നതത്രേ അതിൻ്റെ ഉത്തരം. അവിടുന്നാണ് അതിനെ സൃഷ്ടിച്ചത്. അവന് വേണ്ടിയാണത് സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കൊരു അവകാശം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒരിക്കൽ നാം പ്രവേശിക്കും. ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യത എപ്രകാരമുള്ളതായിരിക്കും എന്ന് നാം എല്ലാം അതിശയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് വളരെ മനോഹരമായിരിക്കും എന്നേ പറയുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇവിടെ കൂടാരവാസികളാണ്. നമ്മുടെ ശരീരത്തെ പൗലോസ് അപ്രകാരം കൂടാരം എന്നാണല്ലോ വിളിച്ചിരിക്കുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞുപോയാൽ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. ഈ കൂടാരം മണ്ണിലേക്ക് തിരികെ പോകും. കാരണം ഈ ശരീരം മരിച്ചു കഴിയുമ്പോൾ മണ്ണിൽ വെക്കേണ്ടതാണ്. നാം നമ്മുടെ കൂടാരം വിട്ടുപോയിരിക്കും. പൗലോസ് പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇവിടെയുള്ള ഈ പഴയ ശരീരങ്ങളിൽ നിന്നും നാം വിട്ടുപിരിയുമ്പോൾ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. അവനോട് കൂടെയുള്ള വാസം നമുക്ക് സന്തോഷപ്രദമായിരിക്കും. സ്വന്തം ഭവനത്തിലെ സന്തോഷം അപ്പോൾ മാത്രമേ നാം അറിയൂ. ഇപ്പോൾ നാം ഇവിടെ പഴയതും നാശമാനവുമായ കൂടാരത്തിലാണ് വസിക്കുന്നത്. എന്നാൽ ഒരിക്കൽ നമുക്ക് നമ്മുടെ മഹത്വീകരിക്കപ്പെട്ട ശരീരം ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അവകാശവും ലഭിക്കും. നമ്മുടെ പുതിയ ശരീരം നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അവനോടുകൂടെ സദാകാലവും ആയിരിക്കുന്നത് നമ്മുടെ സന്തോഷമായിരിക്കും. ഒരു ദൈവ പൈതലിൻ്റെ ഭാവി പ്രത്യാശ ഇതത്രേ. ഇനിയും 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. കർത്താവിൻ്റെ സവിശേഷത, അതായത് 5-ാമത്തെ കാര്യമാകുന്നു ഇവിടെ നാം കാണുന്നത്. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. മനുഷ്യാവതാരത്തിനു മുമ്പുള്ള ക്രിസ്തുവിൽ സകല സമ്പൂർണതയും വസിച്ചിരുന്നു. സകല സമ്പൂർണതയും മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലും വസിക്കുന്നു. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നാം അവനിൽ പൂർണ്ണരായിത്തീരുന്നു. അവൻ സകലത്തിനും മുമ്പേ ഉണ്ടായിരുന്നു. അവനാണ്
മനുഷ്യാവതാരത്തിനു മുമ്പെയുള്ള ക്രിസ്തു. ഇനിയും 6ാമത്തെ സവിശേഷത നാം കാണുന്നു. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സകലത്തെയും അവിടുന്ന് ഒന്നിച്ചു വഹിക്കുന്നു. സൃഷ്ടിയെ മുഴുവൻ നടത്തിക്കൊണ്ടു പോകുന്നത് ക്രിസ്തുവാണ്. അതിനെ നിയന്ത്രിക്കുന്നത് അവിടുന്നാണ്. അവിടുന്ന് സകലത്തെയും ഒന്നിച്ച് ചേർത്ത് വഹിക്കുന്നു എന്നാണ് അർത്ഥം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഒരു വളരെ ധീരമായ കാര്യം ചെയ്തു. എന്നാൽ അതേസമയം തന്നെ ഒരു വേണ്ടാത്ത കാര്യം കൂടിയായിപ്പോയി. അതെന്താണെന്നറിയാമോ? മനുഷ്യർ ഒരു പരമാണുവിനെ, ആറ്റം, അതിനെ വേർതിരിക്കാൻ, സ്പ്ലിറ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. ഈ ആറ്റത്തെ സൃഷ്ടിച്ചപ്പോൾ യേശുക്രിസ്തു അവയിലുള്ള സൂക്ഷ്മമായ ഭാഗങ്ങളെ എല്ലാം ഒന്നിച്ച് ചേർത്ത് ബന്ധിച്ചിരുന്നു. പരമാണുവിനെ വിഭജിക്കുന്ന പ്രക്രിയയാണ് മനുഷ്യൻ ചെയ്തത്. ഈ പ്രപഞ്ചത്തിലെ പരമാണുക്കളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭയങ്കര ശക്തിയെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കയ്യിൽ ഒതുക്കുവാൻ സാധിക്കുന്ന വലിപ്പമുള്ള ഒരു ബോംബിന് ഒരു പ്രദേശത്തെ മുഴുവൻ നാമാവശേഷമാക്കുവാൻ കഴിയുമെങ്കിൽ ഈ വിശാലമായ ഭൗതിക പ്രപഞ്ചത്തിൽ എത്രമാത്രം ശക്തിയാണ് ഒന്നിച്ച് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നത്. അതിനെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആരാണ്? യേശുക്രിസ്തു അതിനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് അതിനെ ഒന്നിച്ചു വഹിക്കുന്നു. ഇതൊരു വലിയ വേലയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ ഈ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എബ്രായ ലേഖനത്തിൽ ഈ സത്യം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും. അതെ, അവൻ അത്ഭുതവാനാണ്. അവിടുന്ന് മഹത്വത്തിന് യോഗ്യനായ വ്യക്തിയത്രേ. ഇനിയും 18-ാം വാക്യം നോക്കിക്കാട്ടെ. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. 7ാമത്തെ സവിശേഷത അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു എന്നതാണ്. കൊലോസ്യ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യം ഇതാണെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കൊലോസ്യ ലേഖനം എഫേസ്യ ലേഖനത്തിൻ്റെയും ഫിലിപ്പി ലേഖനത്തിൻ്റെയും കൂടെ ചേരുന്ന ഒരു സഹായിയാണ്. സഭ ഇവിടെ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു എന്ന വസ്തുതയാണ് എഫേസ്യ ലേഖനത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ശരീരമാകുന്ന സഭയ്ക്ക്. കൊലോസ്യ ലേഖനത്തിലാകട്ടെ ശരീരത്തിൻ്റെ തലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തു അത്രേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ ലോകത്തിൽ നടക്കുന്ന പാദങ്ങളോട് കൂടിയ സഭയെയാണ് നാം കാണുന്നത്. സഭയുടെ അനുഭവം, അതായത് ഒരു വിശ്വാസിയുടെ അനുഭവമാണ് ഫിലിപ്പി ലേഖനത്തിൽ നാം കാണുന്നത്. ഇവ പരസ്പരം ബന്ധമുള്ള ലേഖനങ്ങളാണ്. ഈ 3 ലേഖനങ്ങൾ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തെ ശരീരവും തലയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതിനാൽ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും കാണുന്ന അലങ്കാര പ്രയോഗം പൗലോസ് ഇവിടെയും തുടരുന്നു. ആരാണോ സകലത്തെയും സൃഷ്ടിച്ചത്, ആരാണോ സകലത്തെയും നിലനിർത്തുന്നത്, അവൻ തന്നെ സഭയുടെ ശിരസ്സുമാണ്. ശിരസ്സും ശരീരവും ജീവൽ ബന്ധത്തെയാണല്ലോ കാണിക്കുന്നത്. ജീവൻ്റെ കേന്ദ്രം, നിയന്ത്രണ കേന്ദ്രം, അവയവങ്ങളുടെ ഐക്യത്തിൻ്റെ കേന്ദ്രം എന്നീ 3 നിലകളിൽ ശിരസ്സിന് സർവപ്രധാനമായ സ്ഥാനമുണ്ട്. എഫേസ്യ, കൊലോസ്യ ലേഖനങ്ങളിൽ സഭ അതിൻ്റെ പ്രാദേശിക അർത്ഥത്തിലല്ല, പെന്തക്കോസ് മുതൽ
ഉൽപ്രാപണം വരെയുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവ് വരെയുള്ള വിശുദ്ധന്മാരുടെ കൂട്ടമായ സാർവത്രിക സഭ എന്ന നിലയിലാണ് നാം കാണുന്നത്. ഭൂമിയിലെ സഭ എന്ന പ്രയോഗം പുതിയ നിയമത്തിലില്ല. സഭയുടെ ഒരു ഭാഗം ഇന്ന് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പോയവരും ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവരും ചേർന്നതാണ് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. പ്രാദേശിക കൂടിവരവിനെയും സഭ എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ജ്ഞാനവാദികൾ, നോസ്റ്റിക്സ്, ക്രിസ്തുവിൻ്റെ ശിരസ്ഥാനം അംഗീകരിച്ചിരുന്നില്ല. ശിരസ് ശരീരത്തെ ഭരിക്കുന്നത് പോലെ ക്രിസ്തുവിന് സഭയുടെ മേൽ ഭരണവും അധികാരവും ഉണ്ടെന്ന് പൗലോസ് സധൈര്യം പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശരീരത്തിന് ഒരു ശിരസേ ഉള്ളൂ. മറ്റാർക്കും സഭയുടെ തല എന്ന സ്ഥാനം ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. ഒരു പ്രാദേശിക സഭയിലെ നേതൃത്വം അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന നിലയിൽ നമുക്ക് പറഞ്ഞെന്ന് വന്നേക്കാം, ഞാൻ സഭയുടെ തലയാകുന്നുവെന്ന്. യേശുക്രിസ്തു എല്ലാ സൃഷ്ടിയുടെയും പരമാധികാരിയായതിനാൽ എല്ലാറ്റെയും ഭരിക്കുന്ന അവനാണ് സഭയുടെ ശിരസ്. ജീവൻ്റെ ഉറവിടം അവനാണ്. ഐക്യതയുടെ കേന്ദ്രം, ആത്മീയതയുടെയും അനുഗ്രഹത്തിൻ്റെയും ഭരിക്കുന്ന, നിയന്ത്രിക്കുന്ന, നിലനിർത്തുന്ന ശക്തി കേന്ദ്രം ക്രിസ്തുവാണ്. ഇവിടെ പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ ഇന്ന് വരെ ഉയർത്തെഴുന്നേറ്റിട്ടുള്ള ഒരേ ഒരു വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവിടുന്ന് നിദ്ര കൊള്ളുന്നവരുടെ ആദ്യ ഫലമാകുന്നു. ക്രിസ്തുവിലുള്ള താങ്കളുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തി മരിക്കുകയും ശരീരം കുഴിയിൽ വെക്കുകയും ചെയ്യുമ്പോൾ ഏതാനും ദിവസത്തേക്ക് ഒരു ഹോട്ടൽ മുറിയിൽ പാർപ്പിക്കുന്നത് പോലെ അവിടെ വെക്കുന്നേ ഉള്ളൂ. കാരണം ഒരു സുപ്രഭാതം വരുവാൻ പോകുന്നു. ശരീരം നിദ്ര കൊണ്ട്, എന്നാൽ വ്യക്തി കർത്താവിനോട് കൂടെ പോയിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് വരുമ്പോൾ ആ ശരീരം കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അത് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടു എങ്കിലും അദ്രവത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ നാം കാണുന്നത്. നാം അവനെപ്പോലെ ആയിത്തീരും. യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ 1 യോഹന്നാൻ 3:2 നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. കർത്താവിൻ്റെ ആളത്വത്തിൻ്റെ 8ാമത്തെ സവിശേഷതയായി പറഞ്ഞിരിക്കുന്നത് സകലത്തിനും അവൻ മുൻപനാകേണ്ടതിന് എന്നാണ്. ഇതിനേക്കാൾ മനോഹരമായ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയിലും ക്രിസ്തുവിൻ്റെ ഹിതമാണ് നടക്കേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചിട്ട് പോലും ദൈവം പറയുന്നത് 2-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്നാണ്. ലോകം ദൈവത്തോട് മറുതലിക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ സിംഹാസനത്തിൽ യേശുവിനെ വാഴിക്കുക എന്ന ഏക ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവം മുൻപോട്ട് തന്നെ പോകുന്നു. ദൈവത്തിൻ്റെ പരമമായ ലക്ഷ്യം അതാണ്. ഇനിയും 19-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. 19-ാം വാക്യം, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇവിടെ ക്രിസ്തുവിൻ്റെ 9ാമത്തെ സവിശേഷത നാം കാണുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സമ്പൂർണത എന്ന വാക്ക് ഈ ലേഖനത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നോസിസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചത്. അവൻ ഒഴിച്ചു വെച്ചു, അഥവാ അവൻ ശൂന്യമാക്കി എന്നതായിരുന്നു അവിടുത്തെ പ്രധാന വാക്ക്. അവനൊരു ദാസനായി തീർന്നു. പിതാവിനോടുകൂടെ അവനുണ്ടായിരുന്ന മഹിമ അവൻ ഒഴിച്ചു വെച്ചു. അവൻ തൻ്റെ ദൈവത്വമല്ല ഒഴിച്ചത്. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോഴും അവൻ ദൈവമായിരുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സർവസമ്പൂർണതയും അവനിൽ ഉണ്ടായിരുന്നു. അവൻ
100% ദൈവമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്ന ശിശു നിസ്സഹായനായി നിങ്ങൾക്ക് തോന്നിയിരിക്കാം. എന്നാൽ ഈ പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉളവാക്കുവാൻ കഴിഞ്ഞവൻ അവനാണ്. അവൻ മനുഷ്യരിൽ മനുഷ്യനും സത്യദൈവത്തിൽ നിന്ന് സത്യദൈവവുമാകുന്നു. എന്നാണ് അവനിലെ സർവ്വസമ്പൂർണത. ഈ പറയുന്നത് അവൻ്റെ പ്രകൃതത്തെക്കുറിച്ചല്ല, അവൻ്റെ നേച്ചറല്ല, ദിവ്യ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അല്ല. ദൈവമായതിനാൽ അവനിൽ ആ സദ്ഗുണങ്ങളെല്ലാം ഉണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആ നിറവ്, ആ സമ്പൂർണതയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൽ നാം കാണുന്ന സമ്പൂർണത കൃപയും സത്യവും നിറഞ്ഞിരിക്കുന്നതാണ്. സകലവും കൃപയും സകലവും സത്യവും സർവ ദിവ്യ സ്നേഹവും സകല നീതിയും സകല പാപക്ഷമയും സകല ശിക്ഷയിളവും എല്ലാം അതിൽ വരുന്നുണ്ട്. സർവ ദത്തെടുക്കലും അവകാശവും വിശുദ്ധീകരിക്കലും വിശുദ്ധിയും ജ്ഞാനവും ശക്തി പരിജ്ഞാനം സമാധാനം സന്തോഷം ആശ്വാസം എല്ലാ ആത്മീയ യാഥാർത്ഥ്യങ്ങളും അവനിലുണ്ട്. എല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമായിരിക്കുന്നു, സമ്പൂർണമായിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. അതെ, ഏതൊരു മനുഷ്യനും ആവശ്യമായ സകല ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞവനാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തു മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂടി അല്ല നമുക്കാവശ്യം. ക്രിസ്തു മാത്രം. പാപിയായ ഒരു മനുഷ്യൻ്റെ മോചനത്തിന് ആവശ്യമായതെല്ലാം ഒരൊറ്റ വ്യക്തിയിൽ ദൈവം തന്നിരിക്കുന്നു. ദൈവിക രൂപകൽപ്പന പ്രകാരം, ദൈവിക ഉദ്ദേശപ്രകാരം, ദൈവേഷ്ടപ്രകാരം മനുഷ്യൻ ആവശ്യമായതെല്ലാം ക്രിസ്തുവിലുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തു ആരായിരുന്നു എന്നറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വിശുദ്ധ പൗലോസ് പറഞ്ഞു തരുന്ന ക്രിസ്തുവിൻ്റെ ഈ 9 സവിശേഷതകൾ മറന്നു പോകരുത്. 1, ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാകുന്നു. 2, ക്രിസ്തു സർവ്വസൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. 3, ക്രിസ്തു മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. 4, ക്രിസ്തുവിനാൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. 5, ക്രിസ്തു സർവത്തിനും മുമ്പേ ഉള്ളവൻ. 6, ക്രിസ്തു സകലത്തിനും ആധാരമായിരിക്കുന്നു. 7, ക്രിസ്തു സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. 8, ക്രിസ്തു സകലത്തിനും മുൻപനാകുന്നു. 9, ക്രിസ്തുവിൽ സർവസമ്പൂർണതയും വസിക്കുന്നു. അവിടുന്ന് എത്ര മഹാൻ! ഈ പറയുന്ന വിധത്തിൽ അവനെ അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ദൈവം നിങ്ങളെ അതിനായി ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആരെയും എന്തിനേയും ദൈവമാക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് വിളിപ്പേരുള്ള പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ക്രിസ്തുവിനെ അടുത്തറിയുവാൻ ഈ പഠനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.